യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ വീണ്ടെടുക്കുവാൻ സ്വന്തം ജീവൻ നൽകിയവൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാനായി തൻ്റെ സാന്നിധ്യവും ഒരു ജീവിത ശൈലിയും കൂടി സമ്മാനിക്കുന്നവൻ കൂടിയാണ് ക്രിസ്തു. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്നു. തൻ്റെ നിയോഗത്തെക്കുറിച്ചും തന്നെക്കുറിച്ച് തന്നെയുമുള്ള ആത്മപ്രകാശനത്തിൻ്റെ വാക്കുകളാണ് ഇത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അവസാനിക്കുന്നത് യേശുവിൻ്റെ ഒരു വാഗ്ദാനത്തോട് കൂടിയാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. മത്തായി 28:20. ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെടുന്നവൻ തുടർന്ന് ജീവിക്കേണ്ടത് വീണ്ടെടുപ്പുകാരൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പിലും കരുത്തിലുമാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു. എന്നാൽ യേശുവിനെ പിൻപറ്റുന്നവൻ്റെ ജീവിത ശൈലി എന്തായിരിക്കണം? ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം കുരിശിൻ്റെ ശൈലി എന്നതാണ്. ശാപചിഹ്നമായിരുന്ന കുരിശിനെ രക്ഷയുടെ അടയാളമാക്കി മാറ്റിയത് ക്രിസ്തുവിൻ്റെ കുരിശാണ്. ക്രിസ്തുവിൻ്റെ കുരിശ് മനുഷ്യരാശിക്ക് സമ്മാനിച്ചത് പുതിയൊരു ജീവിത അവബോധമാണ്. യേശുവിനെ അനുഗമിക്കുവാൻ ഒരാൾ ആഗ്രഹിച്ചാൽ കുരിശിൻ്റെ ശൈലിയിലൂടെയാണ് അനുഗമിക്കേണ്ടത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാൾക്ക് കുരിശിൻ്റെ ശൈലിയിലല്ലാതെ മറ്റൊരു ജീവിത ശൈലിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് സാധ്യമല്ല. കുരിശ് വെളിപ്പെടുത്തി നൽകുന്നതായ ഉൾക്കാഴ്ചകളിലെ ചില ചിന്തകൾ ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. ഒന്ന്, പറ്റിപ്പോകാത്ത പ്രചോദനത്തിൻ്റെ ഊർജ സ്രോതസ്സാണ് കുരിശ്. നൊമ്പരങ്ങളിൽ നിന്നും എങ്ങനെ അനുഗ്രഹം രൂപപ്പെടുത്താം എന്ന് കുരിശ് നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ വേദനകളെ എങ്ങനെയാണ് സഹിക്കേണ്ടത് എന്നതിൻ്റെ മാതൃകാപരമായ ശൈലി കുരിശ് നമുക്ക് മുമ്പിൽ വരച്ച് കാട്ടുന്നു. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല എന്ന് കുരിശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വറ്റിപ്പോകാത്ത ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെയും ഉയരങ്ങളെയും കുരിശ് സുതാര്യതയോടെ വെളിപ്പെടുത്തുന്നുണ്ട്. 2, നമ്മെ അസ്വസ്ഥമാക്കുന്ന കുരിശ്. നമ്മൾ സ്വയനീതീകരണത്തിൻ്റെ ആത്മസംതൃപ്തിയിൽ കഴിയുമ്പോൾ കുരിശ് നമ്മൾ വീണ്ടും വിചാരത്തിൻ്റെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. ആത്മാവിലായിരിക്കുന്നു എന്ന് പറയുന്നവരുടെ ആത്മീയമായ ദാരിദ്ര്യാവസ്ഥ ഓർമ്മപ്പെടുത്തുവാൻ കുരിശ് പര്യാപ്തമാണ്. സ്വന്തം പാപത്തെക്കുറിച്ച് ബോധമില്ലാതെ ആത്മസംതൃപ്തിയിൽ കഴിയുന്നത് ഏറ്റവും ഗുരുതരമായ രോഗമാണ്. സൗഖ്യമുണ്ട് എന്ന വിചാരത്തിൽ കഴിഞ്ഞുകൂടുന്ന കഠിന രോഗികളാണ് അവർ. 3, തിന്മയുമായി സന്ധിയിലാകുമ്പോൾ ശാസിക്കുന്ന കുരിശ്. തിന്മയുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുന്ന നമ്മെ കുരിശ് എല്ലായ്പ്പോഴും ശാസിച്ചു കൊണ്ടിരിക്കും. ഇതൊരു ആത്മീയമായ അസ്വാസ്ഥ്യമാണ്. ഈ ശാസന ഗുണപരമായ അനുഭവമാണ്. ആ ശാസന നമ്മെ നശിപ്പിക്കുന്ന പ്രവണതയല്ല, തിരിച്ചുവരവിന് നമ്മെ ക്ഷണിക്കുന്നതാണ്. എന്തിനോടും ഏതിനോടും സന്ധിയാകുക എന്നത് ക്രിസ്തീയ ശൈലിയല്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവൻ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുകയാണ്. എന്തിനോടും കോംപ്രമൈസ് ചെയ്യുവാനുള്ള പ്രലോഭനം യേശുവിൻ്റെ മുമ്പിൽ പിശാച് കൊണ്ട് വരുന്നുണ്ട്. അതിനെ ക്രിസ്തു എങ്ങനെയാണ് തരണം ചെയ്തത് എന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. കുരിശിൻ്റെ വഴിയിൽ നിന്നും മാറി നടക്കാനുള്ള പിശാചിൻ്റെ തന്ത്രങ്ങളെ നിഷ്കരണം തള്ളിക്കൊണ്ട് യേശു പ്രതികരിക്കുന്നു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ഈ ശൈലി നാമും ഇന്ന് സ്വീകരിക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ കുരിശുമായി ബന്ധപ്പെടുന്നവർ ക്രിസ്തുവിൻ്റെ സ്വാധീനത്തിലും കുരിശിൻ്റെ ശൈലിയിലും ആകും. കുരിശിൻ്റെ ശൈലിയിലേക്ക്
പിടിച്ചെടുക്കപ്പെട്ടവരിലൂടെയാണ് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അവരുടെ സ്വാധീനം ഇന്നും മനുഷ്യ മനസ്സുകളെ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശൈലി ലോകത്തിൻ്റെ ഘടനകളെ വെല്ലുവിളിക്കുന്നതും രൂപാന്തരപ്പെടുത്തുന്നതുമാണ്. ഏവർക്കും നന്മകൾ നേരുന്നു. നന്ദി.